വേദനയിൽ വെളിച്ചമായി ആ വിളക്കേന്തിയ വനിത. ചരിത്രം ചിലരെ അനുഭാവപൂർവ്വം ഓർക്കുന്നത് എങ്ങനെയെന്നറിയാമോ? എല്ലാ സമൃദ്ധിയും ത്യജിച്ച് നിഷ്കാമ കർമ്മികളായി ജീവിച്ചു മടങ്ങുമ്പോഴാണ്. അങ്ങനെ എല്ലാ സമൃദ്ധിയിൽ നിന്നും ഇല്ലായ്മയുടെയും വേദനയുടെയും ലോകത്തേക്ക് ഒരു വനിത വിളക്കും ചൂടി ഇറങ്ങി വന്നു. അവരുടെ ഭൂതദയയുടെ ചൂരും ചൂടും സാന്ത്വനവും മെഡിക്കൽ രംഗത്തൊരു ചരിത്രം കുറിച്ചിട്ടു. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ജനിച്ചു. ആ നഗരത്തിന്റെ തന്നെ പേര് ഏറ്റുവാങ്ങിയ വാനമ്പാടി ജീവിതം സേവനമെന്ന മധുരക്കോപ്പയാക്കി. എഴുത്തുകാരിയും സ്റ്റാറ്റിസ്റ്റീഷ്യനുമായിരുന്നു അവർ. ക്രീമിയൻ യുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാർക്ക് നൽകിയ പരിചരണമാണ് അവരെ പ്രശസ്തയാക്കിയത്. യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചറിഞ്ഞ അവർ താൻ തന്നെ പരിശീലനം നൽകിയ 38 നേഴ്സുമാരോടൊന്നിച്ച് 1854 ഒക്ടോബർ 21 തുർക്കിയിലേക്ക് പുറപ്പെട്ടു. പുഴുക്കളെപ്പോലെ മരിച്ചു വീഴുന്ന പട്ടാളക്കാരുടെ മുറിവുകളിലേക്ക് അണുസംക്രമണം തടയാനുള്ള ഫ്ലോറൻസിന്റെയും കൂട്ടരുടെയും ശ്രമം വിജയമായി. മരണനിരക്കിൽ പൊടുന്നനെ വലിയ കുറവുണ്ടാക്കാൻ സംഘത്തിന്റെ ശ്രമങ്ങൾക്കായി. വൈദ്യുതിയില്ലാത്ത ആസ്പത്രി കിടക്കകൾക്കരികിലേക്കൊരു വിളക്കുമേന്തി ആ മാലാഖ എത്തി. ആധുനിക നേഴ്സിംഗിന് അടിത്തറ പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അങ്ങനെ വിളക്കേന്തിയ മാലാഖയായി. 1820 മെയ് 12 ജനിച്ച ഫ്ലോറൻസിന്റെ ജന്മദിനം ആണ്ടുതോറും ലോക നഴ്സിംഗ് ദിനമായി ആചരിക്കുന്നു. മുറിവുണങ്ങുന്നവർക്കൊരു ലേപനം പോലെ പുഞ്ചിരിയുമായി അരികിലെത്തുന്ന ലോകമെങ്ങുമുള്ള സകല മാലാഖമാർക്കും നഴ്സ് ദിനാശംസകൾ.